വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഈ പഠന പരിപാടിയിൽ തുടർന്ന് 5-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് 5-ാം അധ്യായം. സ്വർഗത്തിലാണ് ഈ രംഗം. യോഹന്നാൻ കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും യോഹന്നാൻ കാണുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. 4-ാം അധ്യായത്തിലുള്ള രംഗം തന്നെയാണ് 5-ാം അധ്യായത്തിലും. എന്നാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിലുള്ള പുസ്തകവും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് 5-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ദൈവകരങ്ങളിലുള്ള പുസ്തകം വാങ്ങുവാനും തുറക്കുവാനും അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പ്രസിദ്ധമാക്കുവാനും ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും അതിന് യോഗ്യനായ ഒരുവൻ രംഗത്ത് വരുന്നതും ആ പുസ്തകം വാങ്ങുന്നതും അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതുമാണ് 5-ാം അധ്യായത്തിലെ വിഷയം. ദൈവത്തിൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം എന്താണെന്നുള്ള കാര്യത്തിൽ പല വിവരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം വിശദമായി പരിശോധിക്കുവാൻ ഈ പഠന പരമ്പരയിൽ സാധ്യമല്ല. എന്നാൽ പ്രധാനമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യവുമാണ്. പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. അകത്തും പുറത്തും എഴുത്തുണ്ട്. 7 മുദ്രയാൽ മുദ്രയിട്ടിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും അത് തുറക്കുവാനോ നോക്കുവാനോ വായിക്കുവാനോ കഴിഞ്ഞില്ല. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ അതിന് യോഗ്യനായി ജയം പ്രാപിച്ചു. അവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്നും കുഞ്ഞാട് പുസ്തകം വാങ്ങി. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുന്നു. ഇങ്ങനെയാണ് വിവരണം പോകുന്നത്. അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്ന ഒരു പുസ്തക ചുരുളിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് വിലാപങ്ങളും സങ്കടവും കഷ്ടവും ആയിരുന്നു എന്നാണ് യെഹെസ്കേൽ വിവരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഇസ്രായേൽ ജാതിക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അവർക്ക് കൊടുക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിവരണത്തിലും ദൈവത്തിൻ്റെ ന്യായവിധി ലോകത്തിൽ ചൊരിയുന്നത് കാണാം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഈ സത്യം ബോധ്യമാക്കുവാൻ ഒരു പ്രയാസവും ഇല്ല. എന്നാൽ ന്യായവിധി നടത്തുമ്പോൾ തന്നെ താൻ വിളിച്ചു വേർതിരിച്ച വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹങ്ങളും ദൈവം സാധിപ്പിക്കുന്നുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടാണ് മുദ്രകൾ പൊട്ടിക്കുവാൻ യോഗ്യനായി രംഗത്ത് വന്നത്. അവന് കൊടുക്കുന്ന 3 പേരുകൾ 5-ാം അധ്യായത്തിലുണ്ട്. യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേര്, അറുക്കപ്പെട്ട കുഞ്ഞാട്. അകത്തും പുറത്തുമുള്ള എഴുത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആൾ മേൽപ്പറഞ്ഞ 3 പേരുകൾക്ക് യോഗ്യനാണല്ലോ. യഹൂദാ ഗോത്രത്തിലെ സിംഹം തൻ്റെ രാജകീയ അധികാരത്തെ കാണിക്കുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം പ്രത്യേകാൽ എടുത്ത് വായിച്ചു നോക്കിയാൽ യഹൂദ ഒരു സിംഹമായിരിക്കുന്നതിൻ്റെ ആശയം വ്യക്തമാകും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. ദാവീദിൻ്റെ വേര് എന്ന പേർ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേലിന് രാജാവായി ദൈവം അഭിഷേകം ചെയ്ത ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണല്ലോ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. 10-ാം വാക്യം ശ്രദ്ധിക്കുക. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഈ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം ജാതികൾക്കും കൂടെ ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മഹത്വമുള്ള ഒരു വിശ്രമ സ്ഥലമായിട്ടാണ് ജാതികൾ അത് അന്വേഷിച്ചു വരുന്നത്. യഹൂദയിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ എന്നതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ 2 വശങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികൾക്കും അവൻ അനുഗ്രഹം പകരുന്ന രാജാവായിരിക്കും. ലോകരാജ്യത്വം ക്രിസ്തു ഏറ്റെടുക്കുമെന്ന പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നത് ഈ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3-ാമത് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പേരിൽ നിന്നും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിനായി ഒരു ജനത്തെ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്ന് തൻ്റെ രക്തത്താൽ ക്രിസ്തുവിൽ വിലയ്ക്ക് വാങ്ങിയതായി മൂപ്പന്മാരും 4 ജീവികളും പാടുന്നുണ്ടല്ലോ. വീണ്ടെടുക്കപ്പെട്ട ജനത്തെ കുഞ്ഞാട് മേയ്ക്കുന്നതായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്.
പുസ്തകം തുറന്ന് അതിലുള്ളത് വെളിപ്പെടുത്തുന്നത് ഈ 3 പേരുകളാൽ വിളിക്കപ്പെടുവാൻ യോഗ്യനായവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ പുസ്തകത്തിലുള്ളത് എന്താണെന്ന് വ്യക്തമാകുമല്ലോ. ദൈവത്തിൻ്റെ ന്യായവിധിയും വീണ്ടെടുപ്പും മൂലമുള്ള അനുഗ്രഹങ്ങളും ആണ് പുസ്തകത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എഴുത്തുകളെന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമില്ല. ദൈവം തൻ്റെ പദ്ധതി പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അനാദി നിർണയങ്ങൾ തൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പ്രവർത്തന പഥത്തിൽ എത്തിക്കുന്നത് തൻ്റെ പുത്രൻ മൂലമാണ് എന്ന കാര്യത്തിന് സംശയമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി വന്ന് മരിച്ചു ഉയർത്തുന്നേറ്റ് അതിനുശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം എന്താണെന്ന് ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അത് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയിച്ചു തരുവാൻ മാത്രമല്ല, അത് പ്രായോഗികമാക്കുവാനുള്ള അധികാരവും ഉള്ളവനായിട്ടാണ് കർത്താവ് രംഗത്ത് വരുന്നത്. കർത്താവിൻ്റെ ഈ അധികാരത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അവയെല്ലാം യാദൃശ്യമായി സംഭവിക്കുന്നതല്ല. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിലുള്ള പുസ്തകത്തിൽ അകത്തും പുറത്തും എഴുതി മുദ്രയിട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ നിർണയപ്രകാരം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അറുക്കപ്പെട്ട കുഞ്ഞാടാണ് അവ നടപ്പിലാക്കുന്നത്. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവനാണ് അതിന് യോഗ്യൻ. 6-ാം അധ്യായം മുതൽ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം മുഴുവനും ഈ ബന്ധത്തിൽ പഠിക്കുമ്പോൾ വളരെ ആശ്ചര്യകരമായ ചില സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതാണ്. 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകത്തിൽ എന്താണെന്ന് സംക്ഷിപ്തമായിട്ടാണ് നാം ചിന്തിച്ചത്. വിശദമായി തുടർന്നുള്ള അധ്യായങ്ങൾ കാണുവാൻ കഴിയും. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നാണല്ലോ കർത്താവ് യോഹന്നാനോട് പറഞ്ഞത്. ആ സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലമാണല്ലോ 4-5 അധ്യായങ്ങൾ വിവരിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെയുള്ള സംഭവങ്ങൾ കർത്താവ് നിയന്ത്രിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ലോകസൃഷ്ടി മുതലുള്ള സകല സംഭവങ്ങളും നമ്മുടെ കർത്താവിൻ്റെ അറിവോടും നിയന്ത്രണത്തിലുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഉണ്ടാകുന്ന ഏതൊരു സംഭവവും നിയന്ത്രിക്കുന്നവൻ നമ്മുടെ കർത്താവാണെന്ന സത്യം നമ്മെ ആവേശം കൊള്ളിക്കുന്നില്ലേ? കുഞ്ഞാട് പുസ്തകം വാങ്ങിയപ്പോൾ മൂപ്പന്മാരും ജീവികളും പാടുന്ന പാട്ടിൽ നമ്മെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. മൂപ്പന്മാരുടെ പുതിയ പാട്ട് അതാണ്. അവരുടെ പാട്ടിൻ്റെ വിഷയം അവരുടെ കർത്താവും ആ കർത്താവ് വിലയ്ക്ക് വാങ്ങിയ നാമും. ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യവർഗത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം കൊടുത്ത വിലയോ കുഞ്ഞാടിൻ്റെ രക്തം. മൂപ്പന്മാരും ജീവികളും ദൈവ സൃഷ്ടികളാണ്. അവരാരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ല. അവരുടെ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമായ ഒരു കൂട്ടത്തെ ഭൂമിയിലെ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മാത്രമല്ല അവർ ഭൂമിയിൽ വാഴുന്നവരാണ്. മൂപ്പന്മാരും ജീവികളും 1000 ദൂതന്മാരും ഭൂമിയിൽ വാഴുവാനുള്ളവരല്ല, അവർ സ്വർഗത്തിലുള്ളവരാണ്. എബ്രായ ലേഖനത്തിൽ ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരിൽ നിന്നും ഒരു കൂട്ടത്തെ വിലയ്ക്ക് വാങ്ങി അവരെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാക്കിയിരിക്കുന്നു. സ്വർഗത്തിലെ സകല സൈന്യവും ഇതിൽ ആശ്ചര്യത്തോടുകൂടെ അവരുടെ കർത്താവിനെ പാടിപ്പുകഴ്ത്തുന്നു. 4-5 അധ്യായങ്ങളിൽ പല പാട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ, കുഞ്ഞാടിന് മുൻപിൽ എല്ലാം അവർ പാടുന്നു, സ്തുതിക്കുന്നു, കിരീടങ്ങൾ സമർപ്പിക്കുന്നു. അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അവർ ആനന്ദിക്കുന്നതിന് ഒരു കാരണമുണ്ട്: മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില അത്ഭുതമല്ലേ? പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ രക്ഷ എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു വിഷയമാണ്. നിങ്ങൾക്കോ? നിങ്ങളുടെ വീണ്ടെടുപ്പ് ദൂതന്മാരുടെ പാട്ടാണ്. നിങ്ങൾക്കോ? നിങ്ങളുടെ ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവദൂതന്മാരുടെ ഒരു ആശ്ചര്യമാണ്. നിങ്ങൾക്കോ? വീണ്ടെടുപ്പിൻ്റെ ഗാനങ്ങൾ പാടുവാൻ നിങ്ങളുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടോ? അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണം പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വിശ്വാസത്താൽ ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നിന്റെ രാജാവും കർത്താവും രക്ഷകനും ആയി ഹൃദയത്തിൽ വിശ്വാസത്താൽ അംഗീകരിക്കുവാൻ തയ്യാറാകുമോ? ദൈവം നിങ്ങളെ അവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം
കുഞ്ഞാടായ ക്രിസ്തു വാങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് 5-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4-ാം അധ്യായത്തിൽ ഇവർ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നതായി കാണുന്നു. ദൈവത്തെ അവർ സ്തുതിക്കുന്നു. 5-ാം അധ്യായത്തിൽ അവർ കുഞ്ഞാടിൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കുന്നു. അവർ പുതിയ പാട്ട് പാടുന്നു. തുടർന്ന് 11-12 വാക്യങ്ങളിൽ ഏറിയ ദൂതന്മാർ 10,000 10,000-വും 1000-1000-വും കുഞ്ഞാടിനെ പാടി സ്തുതിക്കുന്നു. 13-14 വാക്യങ്ങളിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രം അർപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള ആർക്കും കഴിയാത്ത കാര്യമാണ് കുഞ്ഞാട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാട് ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള എല്ലാവരാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ് അവൻ. ആ ആരാധനയ്ക്ക് ആമേൻ പറയുവാൻ 4 ജീവികളും തയ്യാറായി. മൂപ്പന്മാരും വീണ് നമസ്കരിച്ചു. 5-ാം അധ്യായം അങ്ങനെയാണ് അവസാനിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടതായ എല്ലാ മഹത്വവും സ്തോത്രവും ബഹുമാനവും കുഞ്ഞാടിനും കൊടുക്കുവാൻ തക്കവണ്ണം അവൻ യോഗ്യനാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദൈവത്വം അവർ അംഗീകരിക്കുന്നു. മൂപ്പന്മാരും ജീവികളും സകല ദൂതന്മാരും സർവ്വ സൃഷ്ടിയും ഒരുപോലെ അംഗീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇന്ന് ചില ക്രിസ്ത്യാനികൾ നിഷേധിക്കുന്നത് എത്ര കഷ്ടമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. അവരോട് സഹതപിക്കുവാനേ നമുക്ക് സാധിക്കൂ. മൂപ്പന്മാരും ജീവികളും കുഞ്ഞാടിന് മുമ്പിൽ വീഴുമ്പോൾ അവരുടെ കയ്യിൽ വീണകളുണ്ടായിരുന്നു എന്ന് കാണുന്നു. സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വീണ. ദൈവത്തെ സ്തുതിക്കുന്നതിൽ വീണയുടെ ഉപയോഗം പഴയ നിയമത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 32:2 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് പാട്ടുപാടുവിൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുഞ്ഞാടിൻ്റെ മുൻപിൽ പുതിയ പാട്ടുപാടുവാൻ അത് ഉപയോഗിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിന്ന് ദൈവജനം മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടുപാടുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. വൈണികന്മാർ വീണമീട്ടുന്നത് പോലെയുള്ള ശബ്ദം സ്വർഗത്തിൽ കേട്ടതായി വെളിപ്പാട് 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ അനുഭവിച്ചവർ അവനെ പാടി സ്തുതിക്കാതിരിക്കുകയില്ല. മൂപ്പന്മാരും ജീവികളും പാട്ടുപാടുന്നതോടൊപ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചിരുന്നു. യോഹന്നാൻ ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആരാണ് ഈ വിശുദ്ധന്മാർ? എന്താണ് അവരുടെ പ്രാർത്ഥന എന്ന് ചിന്തിക്കാവുന്നതാണ്. ദൈവജനത്തിന് മൊത്തത്തിൽ വിശുദ്ധന്മാർ എന്നാണ് പുതിയ നിയമത്തിൽ സാധാരണ ഉപയോഗിച്ചിട്ടുള്ള പേര്. വെളിപ്പാട് പുസ്തകത്തിൽ പല പ്രാവശ്യം വിശുദ്ധന്മാർ എന്ന പ്രയോഗം കാണാം. 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി തൻ്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനുള്ള കാലവും വന്നു എന്നാണ്. ഇതിൽ പറയുന്ന എല്ലാവരും ദൈവജനം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആയുള്ളവരെ എന്ന് കാണുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ സഭയെക്കുറിച്ചാണല്ലോ ഇത് പറയുന്നത്. സഭയ്ക്കാണല്ലോ അപ്പോസ്തലന്മാരുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭയുടെ അംഗങ്ങളെക്കുറിച്ചാണെന്ന് ചിന്തിക്കുവാനാണ് കൂടുതൽ ന്യായമുള്ളത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കാന്ത ധരിച്ചിരിക്കുന്ന വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണെന്ന് പറയുന്നു. ആ വിശുദ്ധന്മാർ സഭയല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ഏതു കാലത്തും ജീവിച്ചിട്ടുള്ള ദൈവമക്കളെ വിശുദ്ധന്മാർ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇവരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ടാണ് മൂപ്പന്മാർ പുതിയ പാട്ട് പാടുന്നത്. പാട്ടും പ്രാർത്ഥനയും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥനകൾ കയറിയെന്ന് കാണുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു അതിൻ്റെ ഫലം. കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ നിലവിളിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്നാണ് അവർ ദൈവത്തോട് നിലവിളിക്കുന്നത്. ഇവയിൽ നിന്നെല്ലാം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്താണെന്ന് ന്യായമായി മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. 2 കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. 1, ദൈവത്തിൻ്റെ ന്യായവിധിക്കായുള്ള അപേക്ഷ. 2, നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന. ഏതു കാലത്തുമുള്ള ദൈവജനം ഈ പ്രാർത്ഥന നടത്തിയിട്ടുള്ളവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ
ഈ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനവുമാണല്ലോ ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. കുഞ്ഞാടിൻ്റെ മുൻപിൽ മൂപ്പന്മാർ വീണ് പാടുന്ന പാട്ടിൽ അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് വിശുദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഭൂമിയിൽ നിന്നുമാണ്. അവർ ഭൂമിയിൽ വാഴുന്നവരുമാണ്. വാഴുന്നു എന്ന പദം വാഴും എന്നാണ് വേണ്ടത് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അത് ഭാവി കാലത്തെ കാണിക്കുന്നു എന്നും അതുകൊണ്ട് വിശുദ്ധന്മാർ ഭൂമിയിൽ അല്ല എന്നും വാദിക്കുന്നവരുണ്ട്. വാഴുന്നു എന്നത് വർത്തമാനകാലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏത് ശരി എന്നൊരു തർക്കത്തിന് നമുക്ക് ആവശ്യമില്ല. വാഴുന്നു എന്നും വാഴുമെന്നും പറയുന്നത് വിശുദ്ധന്മാരെക്കുറിച്ചാണ് എന്നതിന് തർക്കമൊന്നുമില്ലല്ലോ. വിശുദ്ധന്മാരുടെ വാഴ്ച എന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ അവർ എന്നും വാഴുന്നവരാണ്. ഇന്നും വരുവാനുള്ള ലോകത്തിലും അത് ശരിയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർ വാഴുന്നു എന്ന് സ്വർഗത്തിൽ മൂപ്പന്മാർ പാടുന്നത് കൊണ്ട് അവർ ഭൂമിയിൽ ആണെന്ന് വ്യക്തമാണ്. അവർ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. 6-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നുണ്ട്. അത് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ്. മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം ഭൂമിയിലാണല്ലോ. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യനിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് ഇവിടെ കാണുന്നത്. 20-ാം അധ്യായത്തിൽ 1-ാം പുനരുത്ഥാനത്തിൽ ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വ്യക്തമാണല്ലോ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലാണ് 1-ാം പുനരുത്ഥാനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-ാം മുദ്ര പൊട്ടിക്കുന്ന കാലത്ത് ക്രിസ്തു വന്നിട്ടില്ലെന്നും മരിച്ചുപോയവരുടെ പുനരുത്ഥാനം നടന്നിട്ടില്ലെന്നും മനസ്സിലാക്കാം. പുനരുത്ഥാനം നടക്കുമ്പോഴാണല്ലോ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും നടക്കുന്നത്. വിശുദ്ധന്മാർ ഭൂമിയിൽ തന്നെ ആണെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാമല്ലോ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ ചൊരിയുന്നതിന് കാഹളമൂതുന്ന ദൂതന്മാരെ കാണുന്നു. ആ രംഗത്തും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാർ ഭൂമിയിലാണെന്ന് വ്യക്തമാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് വിശുദ്ധന്മാർ ഭൂമിയിലുണ്ട് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും പുതിയ പാട്ടിനെ തുടർന്നാണ് ഏറിയ ദൂതന്മാരുടെ പാട്ട് വരുന്നത്. 28 പേരിൽ ആരംഭിച്ച ഈ ആരാധനാഗീതം എണ്ണിക്കൂടാത്ത ദൂതന്മാർ ഏറ്റുപാടി. 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്നതാണ് ഈ 28 പേർ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലയിപ്പാൻ യോഗ്യൻ എന്നാണ് പാടുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ദൂതന്മാർ സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണ് വീണ് പാടുന്നതിലും ഈ 7 കാര്യങ്ങൾ കാണും. ദൈവത്തിനുള്ള മഹത്വവും ശക്തിയും എല്ലാം കുഞ്ഞാടിനും ദൂതന്മാർ കൊടുക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് എത്ര വലിയവനെന്ന് നോക്കുക. അവൻ ദൂതന്മാരുടെ ആരാധ്യനാണ്. 3-ാമത്തെ കൂട്ടത്തിൽ സകല സൃഷ്ടിയും ഉൾപ്പെടുന്നു. അവർ കുഞ്ഞാടിനെ മാത്രമല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കൂടെയാണ്. സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് അവർ പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും എന്നതിൽ ഉൾപ്പെടാത്തതായി ഒന്നുമില്ല. യോഹന്നാൻ ഈ ദർശനം കാണുമ്പോൾ അവൻ്റെ ഹൃദയാവസ്ഥ എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഏകനായി പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി കഴിയുന്ന യോഹന്നാൻ അവൻ സേവിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ ഈ സൃഷ്ടികളെല്ലാം വീണ് നമസ്കരിക്കുന്നത് കണ്ട് എത്രമാത്രം ആവേശഭരിതനായി തീർന്നിരിക്കും. അവനെ നാടുകടത്തിയ കൈസരും അവന് അതിർത്തി വെച്ച സമുദ്രവും എല്ലാം അവൻ സേവിക്കുന്ന കർത്താവിനെ നമസ്കരിക്കുന്നു. അവൻ മാത്രമാണ് സകലത്തിനും യോഗ്യൻ. നസ്രത്തിലെ തച്ചൻ്റെ മകനെന്ന് അന്നത്തെ യഹൂദന്മാർ പുച്ഛിച്ചവനായ യേശുവിൻ്റെ പിന്നാലെ വരുന്നത് ഒരു നഷ്ടമല്ല, തലചായ്പാൻ ഇടമല്ലെന്ന് പറഞ്ഞ് ജീവിച്ച ആ ദരിദ്രനെ അനുഗമിച്ചതൊരിക്കലും അബദ്ധമല്ല. ഇന്ന് ആ ശിഷ്യൻ തലചായ്ച്ചിരിക്കുന്നത് എവിടെയാണ്? നസ്രായ മാർഗം എത്ര ശ്രേഷ്ഠമാണ്! ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വത്തിൽ ദർശിക്കുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. അവൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് നമുക്കുള്ളതെല്ലാം ആ ആണിപ്പാടിലെ കാൽപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, ശക്തിയും ജ്ഞാനവും ധനവും ബലവും ബഹുമാനവും മഹത്വവും പ്രാപിപ്പാൻ നീ മാത്രം യോഗ്യനെന്ന് ആത്മാർത്ഥയോടെ നമുക്കും പറയാം, നമുക്കും പാടാം. ഇവയിലേതെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് കുഞ്ഞാടിൻ്റെ ദാനമാണല്ലോ. അവനു വേണ്ടി മാത്രം അവ ഉപയോഗപ്പെടുത്താം. അതിന് നാം എല്ലാവരും തയ്യാറാകുമോ?